നമ്മുടെ കർത്താവിൻ്റെ ആ ക്രൂശ മരണത്തിൻ്റെ പ്രാധാന്യതയും മാഹാത്മ്യവും മനസ്സിലാക്കിയിട്ട് എത്രമാത്രം ആഴമേറിയൊരു സ്നേഹത്തിലാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ എക്സൽ മീഡിയ TV പ്രേക്ഷകർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്നത് റോമാലേഖനം 6-ാം അധ്യായമാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച്, കർത്താവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുകയാണ്: എപ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്? നാം ബലഹീനരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ യാതൊരു യോഗ്യതയുമില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് 6-ാം വാക്യത്തിൽ പറയുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. എന്നിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 7-ാം വാക്യത്തിൽ, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ ഒരുപക്ഷെ തുനിയുമായിരിക്കും. എന്നാൽ 8-ാം വാക്യത്തിൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമേറിയ ആ അനുഭവം അവിടെ അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചിട്ട് അവസാനം, അതായത് എങ്ങനെ ഈ ലോകത്തിലേക്ക് പാപം വന്നുവെന്നും 12-ാം വാക്യത്തിൽ, ഈ ലോകത്തിലേക്ക് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, കർത്താവായ യേശു അല്ലെങ്കിൽ ഏകന്റെ അനുസരണത്താൽ ഈ പാപത്തിൽ നിന്ന് എല്ലാവർക്കും മോചനമുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ആ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നാം പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റോടുകൂടെയാണ് 5-ാം അധ്യായം അവസാനിക്കുന്നത്. അതിൻ്റെ തുർമാനം എന്നവണ്ണം 6-ാം അധ്യായം ഇങ്ങനെ തുടങ്ങുകയാണ്: ആകയാൽ എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നും. ഇതൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സാധാരണയായി ഈ കാലത്ത് വളരെയധികം ശ്രദ്ധിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ചിലരെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്, പാപം ചെയ്താൽ കുഴപ്പമില്ല, അതിനകത്ത് തെറ്റില്ല, ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്, ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, ദൈവം ആ പാപങ്ങളെല്ലാം ക്ഷമിക്കും, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ മതി എന്നുള്ളൊരു കോമൺ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ അപ്പോസ്തലൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഈസ് ഇറ്റ് ഗുഡ് ടു ബി കണ്ടിന്യൂ ഇൻ സിൻ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ അതിൻ്റെ മറുപടിയും പൗലോസിൻ്റെ പറയുന്നത് നോക്കി ഇങ്ങനെ പറയുന്നു: ഒരു നാളും അരുത്. കാരണം ഈ ലേഖനത്തിൽ പ്രധാനമായി, അതായത് 6-ാം അധ്യായത്തിൽ പ്രധാനമായി പൗലോസ് ഉദ്ദേശിക്കുന്നത് അടുത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നല്ലേ, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നാം പാപത്തിന് മരിച്ചവരാണ്, പാപസംബന്ധമായി മരിച്ചവരാണ്. നമ്മുടെ പഴയ ജീവിതം കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതാണ്, അല്ലേ? അത് സ്നാനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സ്നാനപ്പെടുവാനായിട്ട് നാം തീരുമാനിച്ചു. സ്നാനപ്പെടുക എന്ന് പറയുന്നത് എന്താണെന്ന് തൊട്ടു താഴെ വായിക്കുകയാണ്: യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നു, അല്ലേ? അപ്പോൾ കർത്താവ് മരിച്ചടക്കപ്പെട്ടതുപോലെ നമ്മുടെ പഴയ ജീവിതം എന്ത് ചെയ്യുന്നു? മരിച്ച് അതിനെ ക്രൂസിഫൈ ചെയ്ത് അതിനെ അടക്കിയിരിക്കുന്നു. ഇനി പിന്നെ എന്താ? കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുതിയ ജീവിതം, അല്ലെങ്കിൽ ഒരു റിസറക്റ്റഡ് ലൈഫ് കർത്താവിനുണ്ടായതുപോലെ എന്ത് ചെയ്യുന്നു? നാമും തൊട്ടു താഴെ വായിക്കുന്നത് മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് പറയുന്നത് തൊട്ടു താഴെ വായിക്കുന്നത്, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. പഴയ ജീവിതം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. എന്നിട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്താൽ നടക്കേണ്ടത് തന്നെ. അപ്പോൾ ഒരു ന്യൂനെസ് ഓഫ് ലൈഫ്, അല്ലേ? അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുക. ഇത് തന്നെയാണ് പറയുന്നത്: we are dead to sin and we are called to walk in the newness of life. അപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ആഗ്രഹിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ്:
അപ്പോൾ ട്രേസസ് ഓഫ് സിൻ, ഈ പാപപങ്കിലമായ ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. അപ്പം ഈ പാപത്തിൻ്റെ ഈ പാപത്തിൻ്റെ ലാഞ്ചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലേ, ടെംപ്ടേഷൻസ് ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും നാം ജീവിക്കുന്നത് അങ്ങനെയുള്ള ലോകത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ പാപപങ്കിലമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? വി ഷുഡ് ഹാവ് ദ അവയർനെസ് ദാറ്റ് വി ആർ ഫ്രീഡ് ഫ്രം സിൻ. നാം പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവരാണ്. ഇനിയും ആ പാപത്തിൻ്റെ ഡൊമീനിയന് നമ്മുടെ മേൽ അധികാരമില്ലെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചൊരു ന്യൂനെസ് ഓഫ് ലൈഫാണ് ദൈവം, ന്യൂനെസ് ഓഫ് ലൈഫ് നാം നയിക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് 6-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. വി ആർ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, എവറിത്തിങ് വി ഹാവ്. അത് നാം മറക്കരുത്. എന്നിട്ട് തൊട്ട് താഴെ ഇതിനകത്ത് എല്ലാം ഒരു കീ ആയിട്ടുള്ളൊരു വാക്ക് തൊട്ട് താഴെ വായിക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് ബൈ ഫെയ്ത്ത്, അല്ലേ? ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അത് ഓരോ ദിവസവും ധൈര്യത്തോടെ ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമ്മെ ഹേമിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ വളരെ പ്രധാനമായിട്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ പറയുന്നതിൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ പുതുക്കത്തിൽ, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ആദ്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് വിശ്വാസമാണ്, നമ്മുടെ സമർപ്പണമാണ്. അതോട് ചേർന്ന് നാം മനഃപൂർവ്വമായിട്ട് ഒരു തീരുമാനവും റെഡിനെസ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നോക്കി, 11-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ എല്ലാ വാക്യങ്ങളും വായിക്കണം. 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിനായി ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ നാമും അങ്ങനെയുള്ളൊരു ജീവിതമാണ് ദൈവസന്നിധിയിൽ എടുക്കേണ്ടതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അല്ലേ? ഇനി അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവൻ. സോ അത് മനഃപൂർവ്വമായിട്ട് നാം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ദൈവത്തിൻ്റെ കാര്യം ദൈവം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. നാം വിശ്വാസത്താൽ മനഃപൂർവ്വമായി അങ്ങനൊരു സമർപ്പണത്തോടുകൂടെ നടക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, കൗണ്ട് യുവർ സെൽഫ് ആസ് ഡെഡ് ടു സിൻ. നാം പാപത്തിന് മരിച്ചവരെന്ന് നമ്മെ തന്നെ എണ്ണണം, അല്ലെങ്കിൽ ആ ഒരു റെഡിനെസ്, ഒരു മനഃപൂർവ്വമായ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പലവിധമായ ടെംപ്ടേഷൻസും പലവിധമായ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളും ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമുക്ക് വരാം. എന്നിരുന്നാലും ഒരു കാര്യം നാം മനസ്സിലാക്കുക, നമ്മുടെ കർത്താവിൻ്റെ ആ ക്രൂശമരണത്തിൻ്റെ പ്രാധാന്യതയും മഹാത്മ്യവും മനസ്സിലാക്കിയിട്ട് എത്രമാത്രം ആഴമേറിയൊരു സ്നേഹത്തിലാണ് എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്, ആ പങ്കപ്പാടുകൾ ഏറ്റത് എന്നുള്ള തിരിച്ചറിവോടുകൂടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി ചിലതിനോട് നോ പറയുവാനും, ചിലതിനെ മനഃപൂർവ്വമായിട്ട് ഹല്ലേലൂയ നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ, ചിലതിനെ ജയിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഒറ്റ കാര്യം മാത്രം പറയുന്നു, വി ആർ കോൾഡ് ടു dead to sin and we are called to have or walk in the newness of life. അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ ആ പുതുക്കത്തിൽ നടക്കുവാൻ, യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിച്ച് ആ ഒരു യഥാർത്ഥ സന്തോഷത്തോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.